ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത് ഗൈസ്? പറയൂ. നിങ്ങൾ രണ്ട് ഉമ്മകളെ കൊണ്ടാണ് ഗൈസ് ഞാനിന്ന് ട്രക്കിങ്ങിന് ഇറങ്ങിയല്ല, പോക്കിന് ഇറങ്ങിയിരിക്കുന്നത്. എവിടെയാണെന്ന് പറയൂ ജെഫി. ഞങ്ങൾ നടന്നൊരു മലയിലെത്തി ഗൈസ്. അങ്ങനെ ഞങ്ങളൊരു വഴി കണ്ടു. ആ വഴി കൂടെ ഞങ്ങൾ നടന്നു പോവുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇവരാണ് എൻ്റെ കൂടെയുള്ള ഇന്നത്തെ കൂട്ടാളികൾ. ഒരു മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇതാ ഈ വിദൂരതയിലേക്ക് ഞങ്ങൾ നടന്നു പോവുകയാണ് ഗൈസ്. സോ എവിടോട്ടാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മൾ എവിടെ ചെല്ലുമെന്ന്? എടാ, നിനക്കെന്ത് തോന്നുന്നു നമ്മൾ എവിടെ എത്തും? ഓക്സ്ഫോർഡിന്റെ ഏത് ഭാഗത്ത്? ഞാൻ പറയുന്നു ബാർട്ടൺ ഏരിയയിലേ നമ്മൾ എത്തുന്നത്. ജെഫിക്ക് എന്ത് തോന്നുന്നു? 2 ബാർട്ടൺ. സിജിന് എന്ത് തോന്നുന്നു? എടി, അത് ബാർട്ടൺ തന്നെ. ആ മലനിരകൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ബാർട്ടൺ ആണെന്ന്. അതെ, സിജിൻ പറയുന്നു നമ്മൾ അൺനോൺ ഡെസ്റ്റിനേഷൻ തപ്പി പോവാണെന്ന്. ഇപ്പൊ സമയം എത്രയായി ഗൈസ്? 4 ആവാൻ പോകുന്നു. ഞങ്ങളൊരു 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. സോ നമ്മളിങ്ങനെ നടന്ന് എവിടെത്തി? ബാർട്ടൺ ഏരിയ ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് നോ ഐഡിയ. നമുക്ക് എന്തെങ്കിലും പറ്റിയാലോ? ഓക്കെ ഗൈസ്, അതിസാഹസികമായ വഴികളിലൂടെയാണ് ഗൈസ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ എവിടെയെങ്കിലും ചെല്ലുവോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എത്തിപ്പെടുവോ? ജെഫിക്ക് എന്ത് തോന്നുന്നു? ഇത്രയും വന്നിട്ട് ഇത്രയും ദൂരം കുറച്ച് സൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പ്രേക്ഷകർക്ക് കേൾക്കായിരുന്നു, എന്റെ വ്യൂവേഴ്സിന്. ഗൈസ്, ഒരു പാടി ഫീൽഡ് ആണോ കാണുന്നത്? പിന്നെ അതെന്താണ്? വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെ, ഇത് ഞാൻ പറഞ്ഞ സ്ഥലം തന്നെ. ഇത് ഞാനാണോ? ജെഫിയുടെ ആണോ? ഇന്റലക്ച്വൽ ആയി പോകുന്നു. എന്നാ നീ 2 ഇന്റലക്ച്വൽ വർത്താനം. ഓക്കെ. അതെ, അതെനിക്ക് പണ്ട് സ്കൂളിൽ വെച്ചിട്ട് മലയാളം ക്ലിയർ ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയി പണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം ക്ലിയർ ആക്കി സംസാരിച്ചിട്ട് പോകുള്ളൂ. ഓക്കെ, വലിയൊരു സ്ഥലത്തെത്തി ഗൈസ്. അരെ വാ, ബ്യൂട്ടിഫുൾ വ്യൂ. നിങ്ങൾ ഈ വ്യൂവിനെ കുറിച്ചൊന്ന് പറയൂ. ഞങ്ങളൊരു കാട്ടിന്ന് നടന്ന് അടുത്ത കാട്ടിലെത്തി ഗൈസ്. എടി, അത് തന്നെ ജെഫി. ഇത് ബാർട്ടൺ പാർക്ക് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് പണ്ട് ഞാൻ ആ മരത്തിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് എനിക്ക് അറിയാം. നിനക്കറിയോ? ഒരു ഹായ് പറയൂ സബ്സ്ക്രൈബേഴ്സിന്. സിജിനൊരു ഹായ് പറയൂ. ഹായ്. ഇവരാരും മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഗൈസ്, ബട്ട് ഞാനിവിടെ ഉണ്ടല്ലോ, നിങ്ങൾ വിഷമിക്കണ്ട. നമുക്ക് വ്ലോഗിന്റെ ടോക്സ് ആണ് എനിക്ക് വേണ്ടത്, അല്ലാതെ. ഞങ്ങൾ എവിടെയോ എത്തിപ്പെട്ടു, ഞങ്ങൾക്കറിയില്ല. ഇത് നിങ്ങൾ എന്നെ വിശ്വസിക്കൂ, ലോക്ക്ഡൗൺ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എവിടെ എത്തിയത്? ഒരു മനുഷ്യവാസമുള്ള സ്ഥലത്തെത്തിയല്ലേ. മനുഷ്യന്മാരെ കാണാൻ പറ്റുന്നുണ്ട്, വീട് കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ എവിടെയോ എത്തി, പക്ഷെ ഞങ്ങൾ വീട്ടിലെത്തും അല്ലേ? നമ്മൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തും, അല്ലെങ്കിൽ ഞങ്ങൾ ഊബർ വിളിച്ച് വീട്ടിലെത്തും. ഇവിടെ എന്തോ കരിച്ചൊക്കെ ഇട്ടിരിക്കുന്നു. എന്താ അത്? അതിനെന്തിനാ ഇങ്ങനെ റിബണൊക്കെ കെട്ടിയിട്ടേക്കുന്നത്? വൈ? ബട്ട് വൈ? തണുത്തിട്ട് എനിക്ക് വയ്യ ഗൈസ്. പക്ഷെ ഉണ്ട്, അത് എടുക്കാനുള്ളൊരു മടി. അത്രേ. ഇതേത് സ്ഥലം? ഇതെന്താണ്?
എന്താ നമ്മളെങ്ങനെ ഗ്രാമപ്രദേശത്തിലേക്ക് ജനവാസ കേന്ദ്രത്തിലേക്ക് എങ്ങനെ എത്തും ഗൈസ്? ഗൈസ് ഞങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്താനുള്ള ശരിയാ. ഓക്സ്ഫോർഡിന്റെ ബൗണ്ടറി ഭേദിച്ച് വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാ പോകുന്നേ? നമുക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ നമുക്കൊരു ഊബർ വിളിച്ച് പോവാം. ശരിയാണല്ലോ. എടാ ഇത് പ്രൈവറ്റ് പാർക്കാണെങ്കിൽ പ്രശ്നമുണ്ട്, നമ്മളെ വെടിവെച്ചിടും അവര് അല്ലേ? അതെങ്ങനെ നിനക്കറിയാം? അറിയോ പ്രൈവറ്റ് പാർക്ക്? അതുവഴി ഒരു 4 പേര് നടക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ അവരുടെ ആണെങ്കിൽ എന്റെ വെള്ള ഷൂ ഒക്കെ കറുത്തു. അല്ലാ, നല്ല തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. വ്ലോഗ് ശരി, അങ്ങനെങ്കിലും ഞാൻ വൈറലാവട്ടെ. ഓ എടാ, ഇത് പ്രൈവറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടല്ലേ അവിടെ പൂട്ടിയിട്ടത് സൈഡേ. മൊത്തം ചെളി നിറഞ്ഞ. ഞങ്ങൾ എവിടെയോ എത്തി. ജെഫിക്ക് നമ്മളെ ഒരുപാട് മൈൽസ് താണ്ടി ഗൈസ്. റൈസിംഗ് ഹസ്റ്റില് ഇനി ബസ് വിളിച്ച വീട്ടിൽ പോകാൻ പറ്റുള്ളൂ എന്നാണോ? ഇനി നടന്നു പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഗൈസ്. ഞങ്ങൾ ഒരുപാട് ദൂരം താണ്ടി. എൻ്റെ തൊപ്പി വെക്കാൻ പറ്റുന്നില്ല. ജെഫി എനിക്ക് തൊപ്പി ഒന്ന് വെച്ച് തരാമോ? എൻ്റെ കൈ മടങ്ങുന്നില്ല. അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങി ഗൈസ്. നമ്മൾ ആകാശം കണ്ടു. ഫോണിപ്പോൾ ഓഫായ. അങ്ങനെ ഞങ്ങൾ വെളിയിലിറങ്ങി. ഇനി ഞങ്ങൾ വീട്ടിൽ പോകാം. ഓക്കെ ബൈ. അടുത്ത വ്ലോഗ് കാണുന്നത് വരെ.